ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം കല്ലറയിലെ മുണ്ടാർ പാടശേഖരത്തിൻ്റെ സമീപത്താണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് കാണുമ്പോൾ കടലോ കായലോ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതല്ല, ഇത് മടവീഴ്ചയെ തുടർന്ന് വെള്ളം കയറി നശിച്ച ഒരു പാടശേഖരമാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. കൃഷി വിത കഴിഞ്ഞ പാടശേഖരങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. 3000 ഏക്കറോളം ഉള്ളതിനകത്തൊരു 1600 ഏക്കറോളം പാടശേഖരം വിതച്ചിട്ടുണ്ട്. 25 മുതൽ 5 ദിവസം വരെയുള്ള വിതയാണ് കഴിഞ്ഞിരിക്കുന്നത്. അത് അമിതമായ പ്രളയത്തിൻ്റെ മഴക്കെടുതി മൂലം പാടശേഖരത്ത് മട തള്ളുകയും, അതായത് ഞങ്ങൾക്ക് 2 വശമുള്ള പുഴകൾ തടസ്സം നിൽക്കുന്നത്, അതായത് തോട് തെളിഞ്ഞ് കിടക്കാത്തതിൻ്റെ പേരിൽ വെള്ളം കെട്ടി നിന്ന് മടവീഴ്ച ഉണ്ടായത്. ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 9 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലെത്തുന്ന ഒരു പുഴയുണ്ട് ഈ സൈഡിൽ. ഈ പുഴ മുഴുവൻ അടഞ്ഞു കിടക്കുന്നതാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും തോട് തെളിയുന്നില്ല. തെളിയാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങളുടെ ഒരു 600ഓളം കൃഷിക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്, കൃഷി ചെയ്തിട്ടുള്ളത്. അടുത്തത് പുഞ്ചകൃഷിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു 1000കണക്കിന് കൃഷിക്കാരുണ്ട്. നെല്ല്, കപ്പ, വാഴ എല്ലാ സർവ്വ കൃഷികളും ഉണ്ട്. ഇതെല്ലാം നശിച്ചു പോകുന്നത് ഈ അമിതമായിട്ട് വരുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം ഒഴുകി പോകാനുള്ള അസൗകര്യം, തടസ്സങ്ങളാണ് മുഴുവനും. തോട് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. അതിന് എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിന് പറയാനുള്ളത്. പിന്നെ കൃഷി നശിച്ചതിനെക്കുറിച്ചൊക്കെ പിന്നീട് അതിൻ്റെ ആവശ്യം പോലെയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പുറകുവശം കാണുന്നത് ഒരു പുഴയാണ്. ഇത് വടക്കേ കരിയാറ്, അതായത് നമ്മുടെ പ്രസിദ്ധമായ കരിയാറിലേക്ക് എത്തിപ്പെടുന്ന പുഴയാണിത്. ഈ പുഴയും അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾക്ക് ശുദ്ധജലം കിട്ടുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഈ പുഴയിൽ കൂടി വന്ന് ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാൻ സൗകര്യത്തിൽ കിട്ടേണ്ടത്. ഈ പുഴയും അടഞ്ഞ് ഇതിവിടെ നിന്ന് 6 കിലോമീറ്റർ നിന്ന് കരിയാറ്റിൽ ചെല്ലാൻ പറ്റും. അതായത് എഴുമാന്തൂരത്തിൽ നിന്ന് പടിഞ്ഞോട്ട് കിടക്കുന്ന കരിയാറെന്ന് പറയുന്ന ഭാഗത്ത് ചെല്ലാൻ പറ്റും. ആ തോടും എല്ലാം അടഞ്ഞു കിടക്കും. ഇത് തോട് ഞങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ്. തോട് തെളിച്ച് തരണം. തോട് JCB കട്ട കയറ്റിയിട്ട് കാര്യമില്ല. 2 സൈഡും വെട്ടി തെളിച്ച് പോളകൾ വാരി തെളിച്ച് തന്നാൽ സുഖമായിട്ട് വെള്ളം ഒഴുകാനായിട്ടുള്ള സൗകര്യം കിട്ടും. അതായത് ആഴത്തിലേക്ക് കൂടുതൽ ആവശ്യം വീതിയാണ് ആവശ്യം. ഇത് വീതി ഉണ്ടായിരുന്നതാണ്. 45-30 മീറ്റർ വീതിയുള്ള പുഴകളാണ് മുഴുവൻ അടഞ്ഞ് നാശമായിട്ട് കിടക്കുകയാണ്. കരിയാറിന് 50 മീറ്ററോളം വീതിയുള്ള കരിയാറാണ്. അതും വൈക്കത്താണ് ആ വെള്ളം ഇറങ്ങി പോകേണ്ടത്. ഇതൊന്നും വെള്ളം ഒഴുകി പോകാൻ തടസ്സം നിൽക്കുന്നുണ്ട്. ഏറ്റവും ഈ വൈക്കം താലൂക്കിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഈ പ്രദേശങ്ങൾ. ഇവിടെ വെള്ളം ഒഴുകി പോകാത്ത തടസ്സം കൊണ്ട് ഞങ്ങൾ വരുന്ന ഇപ്പോൾ മുണ്ടാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. 1000ഓളം കുടുംബങ്ങളുണ്ടായിരുന്നത് പോയി ഇപ്പം 500 ചില്ലുവാനും ആയി നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ജീവിതം തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ നശിച്ചു വേണം പറയാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത്യാവശ്യം ഈ നീരൊഴുക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ശാശ്വതമായ പരിഹാരം തോട് തെളിക്കുക എന്നുള്ളത്. JCB ഇറ്റാച്ചിട്ട് തോട് താത്തിയിട്ട് കാര്യമില്ല. ഈ 2 സൈഡും തെളിച്ച് ചവറുകൾ മാറ്റി സുഖമായിട്ട് വെള്ളം എത്ര വെള്ളം വന്നാലും ഒഴുകി പോകാനുള്ള വീതി ഉണ്ടെങ്കിലേ വെള്ളം കൂടുതലായിട്ട് ഒഴുകി പോകാൻ പറ്റുള്ളൂ. ആഴത്തിൽ വെള്ളം ഒഴുകിയല്ല. അപ്പോൾ ആ ഒരു സംവിധാനം ചെയ്താൽ ഈ തെക്കോശ കാണുന്ന പുഴ എന്ന് പറയുന്നത് മാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് അറ്റത്തുനിന്ന് വരുന്നതാണ്. അതായത് അവിടെ നിന്ന് കണക്കാരി പഞ്ചായത്തിൻ്റെ ഇങ്ങേ അറ്റത്തുനിന്ന് കനാല് വഴി വെള്ളം 1998 ഞങ്ങൾക്കിവിടെ ഉപ്പുവെള്ളം കയറുമ്പോൾ വന്നുകൊണ്ടുന്ന തോട്, ശുദ്ധമായ വെള്ളം വന്നുകൊണ്ട തോടാണ്, തെളിഞ്ഞു കിടന്ന തോടാണ്. അതിപ്പം വള്ളയാത്ര ഇല്ലാതെ ഒന്നുമില്ലാതെ എല്ലാം തോടെല്ലാം അടഞ്ഞ് മാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ 3/4 ഭാഗങ്ങളും പുഴകളുണ്ട്. ആ പുഴയെല്ലാം അടഞ്ഞു കിടക്കും. അതുപോലെ ഒരു കൈപ്പഴയാറ് വടക്കോട്ട് പോയാൽ ഇത് ഈ ആറെല്ലാം തെളിച്ച് കഴിഞ്ഞാൽ മലമ്പ്രദേശം, അതായത് കിഴക്കൻ പ്രദേശം, ഇടുക്കി ജില്ലയിൽ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ എവിടെ മഴ പെയ്താലും വെള്ളം ഇവിടെ വന്ന് കൊണ്ട് ഒഴുകി പോകാണ്ട് 100%, 150% ഉറപ്പായിട്ടും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാതെ ഒഴുകി പോകാൻ സുഖവും. ഞങ്ങൾക്ക് സുഖമായിട്ട് കൃഷിയും ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് യാത്ര ഇപ്പം വള്ളത്തേലും പോകാൻ മേല, വണ്ടിയിലും പോകാൻ മേല, ആകാശം പോലെ ഭൂമിയിലല്ലാത്ത പരുവത്തിലുള്ള ജനങ്ങളാണ് ഞങ്ങളിവിടെ കിടക്കുന്നത്. നമ്മൾ വിചാരിച്ചതിലും ഭീകരാവസ്ഥയാണ് നേരിട്ട് കാണുമ്പോൾ. നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. പിന്നെ മുണ്ടാറിലെ പറമ്പൻ 54, അതുപോലെ തന്നെ മുണ്ടാർ പുല്ലുകളിൽ നിന്ന് പാടശേഖരത്തിൽ 2 പാടശേഖര സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ വർഷകൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്, വിരിപ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മാഞ്ഞൂർ, അതായത് നമ്മുടെ മുല്ലമംഗലം മുതൽ ഇങ്ങോട്ട് തോട് അടഞ്ഞു കിടക്കുക. തുടങ്ങുന്നത് ഇവിടുന്ന് മാരാമീട് പാലം വരെ അടഞ്ഞു കിടക്കുക. അവിടുന്ന് കരിയാർ സ്പിൽവേ ഉള്ള ഭാഗം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ കിടക്കുന്ന പോലുള്ള കടകലും ആമ്പലും കയറി തോട് മൊത്തം അടഞ്ഞു കിടക്കുകയാണ്. 2 സൈഡും കാടും പിടിച്ച് അടഞ്ഞു കിടക്കുകയാണ്. ഈ ആദ്യം തന്നെ ഈ തോട് അവിടെ മുതൽ, അതായത് മുല്ലമംഗലം മുതൽ കല്ലറ പഞ്ചായത്തിൻ്റെ കിഴക്കേ അറ്റമാണ് മുല്ലമംഗലം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ മുതൽ തലയാഴം പഞ്ചായത്തിൻ്റെ മാരാമീട് പാലം വരെ അടഞ്ഞ് മൊത്തം കിടക്കുകയാണ്. അപ്പോൾ അവിടെ വരെ ആദ്യം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് MLAയും അതുപോലെ ഗവൺമെൻറ്റും ഒക്കെ എല്ലാവരും കൂടെ നമുക്ക് സഹകരിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഫണ്ട് കിട്ടിയെങ്കിൽ ഇത് തെളിയാൻ പറ്റുള്ളൂ. കുറച്ച് ഭാഗം തെളിച്ചിട്ട് കാര്യമില്ല. കാരണം കിഴക്കുന്ന് വരുന്ന വെള്ളം ഒഴുകി നേരെ പടിഞ്ഞോട്ട് പോകാനും പോകണമെന്നുണ്ടെങ്കിൽ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ തോട് ശരിയായ രീതിയിൽ ഈ കടകലും ഇത് കംപ്ലീറ്റ് തെളിഞ്ഞു പോകണം. താഴ്ച ന്യായമായിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കടകലും ഈ ആമ്പലും എല്ലാം പറിച്ച് വാരി കയറ്റിയെങ്കിൽ മാത്രമേ ഇത് നേരെ വെള്ളം ഒഴുകി
നേരെ കായലിൽ ചെല്ലുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇത്ര ശക്തമായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ഇത്തവണ 2018 പ്രളയം ഉണ്ടായി, 19 വെള്ളം ഉണ്ടായി, 20 വെള്ളം ഉണ്ടായി. അതിനുശേഷം പിന്നെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഇപ്പോൾ ഈ 2026 ഇപ്പോൾ ശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ മുണ്ടാറ് തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഇത് വനം പാടശേഖരമാണ്. ഇത് 600-700 പാടശേഖരങ്ങളൊക്കെയാണ്. നമ്മളിപ്പം തലയാഴത്തിൻ്റെ ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. മുണ്ടാറെന്ന് പറയുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ കിഴക്കോട്ട് പോകുന്ന ഭാഗം മുഴുവൻ മുണ്ടാറെന്ന് പറഞ്ഞ സ്ഥലമാണ് കിടക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇവിടെ വിരിപ്പ് കൃഷി ചെയ്യുന്നത് ഏകദേശം 10-12 പാടശേഖരങ്ങളോളം ചെയ്യാറുണ്ട്. അതിൽ ഈ 2-3 പാടശേഖരം നമ്മുടെ എത്തക്കുഴിയിൽ നിന്ന് പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന പാടശേഖരങ്ങളാണ് 2-3 എണ്ണം. അതവിടെ അവരും എല്ലാം വിത്ത് കെട്ടിയതും അതുപോലെ തന്നെ വിതച്ചതുമായിട്ടുള്ള പാടശേഖരങ്ങളാണ്. നമുക്ക് മൊത്തം ഏകദേശം ഒരു 12-14 പാടശേഖരങ്ങളോളം മൊത്തം വിതച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 പാടശേഖരങ്ങൾ യഥാർത്ഥമായിട്ട് ഇപ്പോൾ കൃഷി മൊത്തം പോയി മുങ്ങി ഇപ്പോൾ നിൽക്കുന്നൊരു സംഭവമാണ്. കൃഷിക്കാർക്ക് യാതൊരു വിധത്തിലും രക്ഷയില്ലാത്തൊരു ഒരു കാലഘട്ടത്തിലേക്ക് പോകണം. കാരണം വളരെയധികം ഇത്തവണത്തെ വളത്തിൻ്റെ വില കൂടുതലും എല്ലാം കൊണ്ട് വളം വരെ മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ 25 ദിവസം 30 ദിവസം വരെ പ്രായമുള്ള നെല്ല് നശിച്ചിട്ടുണ്ട്. വിതച്ച് ഒരാഴ്ചയായുള്ള നെല്ലുണ്ട്. പിന്നെ വിത്ത് കെട്ടിയവരുണ്ട്. വിത്ത് കെട്ടിയെങ്കിലും അത് വിതയ്ക്കാനായിട്ട് 2 ദിവസത്തിനുള്ളിൽ വിതയ്ക്കാനിരുന്ന സംഭവമാണ്. അപ്പോൾ അതുമൊക്കെ ഇനിയപ്പോൾ അത് നമുക്ക് വിത്ത് ഒന്നിനും കൊള്ളിയല്ല. അപ്പോൾ അത് വിതച്ചായിട്ട് തന്നെയാണ് കണക്കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കർഷകർക്ക് ഗവൺമെൻറ്റിൽ നിന്നിപ്പോൾ നമുക്ക് കൃഷിക്കാരെ വളരെയധികം ബുദ്ധിമുട്ട്. വളമിട്ടവർക്കാണ് 2,400 രൂപ ഒരു ചാക്ക് ഫാക്ടംബോസിൻ്റെ വില. അതുമെല്ലാം അതുപോലുള്ള വളങ്ങളെല്ലാം മേടിച്ചിട്ട് നല്ല ബാധ്യതയിലാണ് ഇപ്പോൾ തന്നെ കൃഷിക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഈ മുല്ലമംഗലം എന്ന് പറയുന്നതാണ് നമ്മുടെ കല്ലറ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് തെളിച്ചു കഴിഞ്ഞാൽ നേരെ മാരാമീട് വരെ തെളിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ പ്രധാനമായ ബുദ്ധിമുട്ട് തീരും. അത് നേരെ തെളിച്ച് പോവുക. രണ്ടാമത്തത് ബണ്ട് കൃഷിക്കാർക്ക് ഈ കുട്ടനാട് പാക്കേജിലോ അല്ലെങ്കിൽ KLDC-ന്നോ കരിനില വികസനത്തിലോ ഏതെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് പാടശേഖരത്തിലെ കൃഷിക്കാർക്ക് ഓരോ പാടശേഖരത്തിൻ്റെയും ബണ്ട് നല്ലോണം കട്ടയും പൂഴിയും ഉയർത്തി പൊക്കി കല്ല് കെട്ടി തരാമെങ്കിൽ എത്രയും നല്ലതായിരിക്കും. അതും കൂടി ചെയ്തു തന്ന് ഈ പാടശേഖരങ്ങൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇല്ലെങ്കിൽ ഇത് ആദ്യം ഏക്കുന്നത് ഈ അവിടെ താമസിക്കുന്നവർക്കാണ്. നമുക്കുണ്ടായ നഷ്ടത്തിന് സർക്കാർ പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പുണ്ടോ? എൻ്റെ പേര് ശശികുമാർ. ഞാൻ തട്ടാപറമ്പ് തെക്ക് പറമ്പങ്കരി പാടത്തിൻ്റെ 2 പാടത്തിൻ്റെ ശേഖരത്തിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ അടുത്ത് മത്സരിക്കുന്നത് ബന്ധകരി വടക്ക് പാടശേഖരത്തിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ വലസയിലിരിക്കുന്നത് 2 പാടത്തിനതുപോലെ ഞങ്ങളുടെ ഒരു മൂത്ത ആളാണ്, ഒരു കാരണവരാണ്. ഇവിടുത്തെ മുണ്ടാറിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ 3000-ഓളം വരുന്ന വിസ്തൃതമായ ഏക്കറാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചു പോകുന്നപ്പോൾ നമുക്ക് മനസ്സിലാകും. 180-200 താഴത്ത് കുടുംബങ്ങളുള്ള വീടാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല, ഒരു വീട്ടിലും ഇല്ല. കഴിക്കാൻ നിവൃത്തിയില്ല, ബാത്റൂമിൽ പോകാൻ നിവൃത്തിയില്ല, കക്കൂസിപ്പോൾ ഒന്നിന് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ കഴിയുക. ഞങ്ങൾ അത്യാവശ്യം ഈ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കിൻ്റെ പുറകെ നടക്കാൻ ഉത്തരവാദിത്തപ്പെട്ടായിക്കൊണ്ടുള്ളൂ. പക്ഷേ ആർക്കും ഇങ്ങോട്ട് വരാനോ എത്തിപ്പെടാനോ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ നിങ്ങളിഞ്ഞ് പോകുന്ന വഴി നമ്മൾ വീഡിയോ എടുത്തല്ലോ എല്ലാം കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, വെള്ളം ഒഴുകി പോകാനുള്ള മാർഗ്ഗമില്ല. 2, പുറബണ്ടില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കല്ലറ പഞ്ചായത്തിന് മാത്രമേ ഇത്ര ഗതിയുള്ളൂ. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലം കല്ലറ പഞ്ചായത്തിൻ്റെ എൻഡിലാണ് നമ്മൾ കിടക്കുന്നത്. തലയാഴം വെച്ചൂർ പഞ്ചായത്തിൻ്റെ എൻഡിലാണ് നമ്മൾ. തലയാഴം വെച്ചൂർ ഈ പാടശേഖരങ്ങൾ എടുത്തത് മിക്ക പാടശേഖരങ്ങളും ഇപ്പം നെൽച്ചെടി 30-40 ദിവസമായി നെൽച്ചെടിയുണ്ട്. എന്തുകൊണ്ട് കല്ലറ പഞ്ചായത്തിൽ നെൽക്കൃഷി നശിക്കുന്നു? അധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയല്ല ആശാൻ? ശരി. കല്ലറ പഞ്ചായത്തിൽ മാത്രം നെൽകൃഷി നശിക്കുന്നു. പല ഭരണകൂടങ്ങളും വന്നിട്ടുണ്ട്, ഒത്തിരി മെമ്മോറാണ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇരു സൈഡിലും ഇരു സൈഡിലും നിന്നല്ല, അത് തലയാഴം പഞ്ചായത്തും അതിനപ്പുറത്ത് വെച്ചൂർ പഞ്ചായത്തും. എന്ത് കാരണത്തിൻ്റെ പേരിൽ കല്ലറ പഞ്ചായത്ത് മാത്രം കൃഷി നശിക്കുന്നു? ഈ കല്ലറ പഞ്ചായത്തിലെ ജനങ്ങൾ മാത്രം എന്തുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ രാവിലെ വീഡിയോ എടുത്ത് MLA വിനുവിനെ അവതരിപ്പിച്ച ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഏത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാക്കുന്ന നിലയിൽ കൃഷിക്കാർ ആത്മഹത്യയുടെ പോകുന്ന വക്കിലേക്കാണെന്ന് മാത്രം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാരണവശാലും മഴയില്ലാണ്ട് നമുക്ക് അവിടെ കൃഷി നടത്താവുന്ന ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ വിരിപ്പ് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നെല്ലായിട്ട് കിട്ടുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് 12-13 കിൻഡൽ നെല്ലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷമാണ് അതിനൊരു ഇച്ചിരി നേരത്തെ ചെയ്തതിൻ്റെ പേരിൽ ഒരു ശകലമെങ്കിലും കൂടുതലായിട്ട് നെല്ല് കിട്ടിയ. ഈ വർഷം എങ്ങനെ കളിച്ചാലും നല്ല രീതിയിൽ ഒരു 10-25 കിൻഡൽ നെല്ലിൽ കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഞാറും വലുതായതാണ്. ഞാറിൻ്റെ എല്ലാ രീതിയിലും വളമിട്ട് മരുന്നടിച്ച് ഒരു കേടുമില്ലാണ്ട് ഈ 112 ഏക്കറിൽ ഏകദേശം 100 ഏക്കറിൽ മേളിൽ തന്നെ നല്ല രീതിയിലുള്ള വിളവായിരുന്നു. അതിലൊരു 5-8 ഏക്കർ മാത്രമേ ഒരു ശകലം വിതകുറവിൻ്റെ ഒരു കുഴപ്പമുള്ളായിരുന്നു. ബാക്കിയുള്ള എല്ലാ രീതിയിലും നല്ല രീതിയിൽ എത്തിയൊരു പാടാണ് ഇപ്പോൾ മുങ്ങിക്കിടക്കുന്നത്. ഇനി ഇപ്പോൾ അപ്പുറത്തൊന്നും കൃഷിയില്ലാത്ത കാരണം ആ ബണ്ടുകളെല്ലാം പോന്നിട്ട് അവിടെ നിന്ന് മൊത്തവും കവിഞ്ഞ് കയറിക്കൊണ്ടിരിക്കും. ഇനി അത് വെള്ളം പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റാനുള്ള എല്ലാ പാടശേഖരം പറ്റിയാലും
വെള്ളത്തിൻ്റെ അവിടം വഴി കവിഞ്ഞ് കയറുന്നത് കൊണ്ട് ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് കൃഷിയെങ്കിലും അടുത്ത മോട്ടർ ഓടിക്കാൻ തന്നെ പറ്റുള്ളൂ. ഇതിപ്പോൾ മുങ്ങിപ്പോയെങ്കിൽ ഇത്ര മൂപ്പാത്തിയ നെല്ലായിരുന്നു നമുക്ക് ശരിയാക്കി എടുക്കാമായിരുന്നു. പക്ഷേ അപ്പുറത്തുനിന്ന് കൂടുതലായിട്ട് വെള്ളം കവിഞ്ഞ് കയറുന്നത് കൊണ്ട് ഒരു കാരണവശാലും ആ കൃഷി നടക്കത്തില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇനി വണ്ടി ഇറക്കി ഈ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു 30,000 ആണെങ്കിൽ ഞങ്ങൾക്കൊരു 40,000 രൂപയും മുടക്കുണ്ട്. അവർ ഇനി ഒരു 30,000 രൂപ കൂടി മുടക്കിയാൽ ഒരു വിത്തെങ്കിലും അവിടെ ഇടാൻ പറ്റുള്ളൂ. വിത്തെങ്കിലും കറക്റ്റ് സമയത്ത് എത്തിക്കുക. ഈ തോട് തെളിച്ചിട്ട് ഇനിയും കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും വരുമെന്ന് പോലും ഉറപ്പില്ല. ഈ 112 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് പോലും പലരും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഞാൻ എല്ലാവരോടും വർത്തമാനം പറയുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് വർത്തമാനം പറഞ്ഞവർ എന്തിനാ ചെയ്യുന്നത്, ഇട്ട് നിർത്തുന്നതല്ലേ നല്ലതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഈ വേലക്കൃഷിയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടൊരു 12 കിൻഡൽ നെല്ലിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ചിലവും അന്നേരത്തെ ചിലവും കൂടി വരുമ്പം ഈ കൃഷി ചെയ്ത് അവിടുത്തെ ഏറ്റവും വലിയ വിളവ് ആ സമയത്ത് കൃഷി ചെയ്ത് ശരിക്കും ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു 12 കിൻഡൽ നെല്ലിൽ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടിയേയില്ല. ഈ വിളവും ഈ മുടക്കും അന്നേരത്തെ മുടക്കും കൂടി കഴിയാൻ നേരത്ത് കൈപ്പുറപ്പല്ലാണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ലാഭമായിട്ടൊന്നും കിട്ടത്തില്ല. സർക്കാരിൽ നിന്ന് നല്ല രീതിയിൽ എന്തെങ്കിലും സഹായം അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ഓരോരുത്തർക്കും കിട്ടേണ്ട എത്രയെന്ന് സർക്കാരിൽ തന്നെ ചിന്തിച്ചിട്ട് മുടക്കനുസരിച്ചിട്ടും അല്ലാണ്ട് മുടക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. വേറെ അധികമായിട്ട് ഒരു കാര്യവും ചെയ്യേണ്ട. അർഹതപ്പെട്ടതല്ലാണ്ട് ഒരു തുള്ളി ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ അർഹിക്കുന്ന എന്തെങ്കിലും തരാനുള്ള ബാധ്യത കാണിക്കണമെന്ന് മാത്രമേ പറയാവൂ. എൻ്റെ പേര് ഉത്തമൻ. ഈ പാടശേഖരങ്ങൾ 10-14 പാടശേഖരങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കേ സൈഡിൽ, തെക്കേ സൈഡിൽ വെന്തേരി പാടശേഖരം മാത്രം. അപ്പോൾ ഈ വടക്കേ പാടശേഖരങ്ങളിൽ പല പാടശേഖരങ്ങളിൽ 8 എണ്ണം ഒന്നിച്ച് ഒരു ഫ്ലോട്ടായി തന്നെ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറംബണ്ടുകൾ നിലവില്ല. ആയതിനാലാണ് വെള്ളപ്പൊക്കത്തെ തടഞ്ഞു നിർത്താൻ ഞങ്ങളെക്കൊണ്ട് യാതൊരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് പാടശേഖരത്തിൻ്റെ പുറംബണ്ട് ബലപ്പെടുത്തുന്നതിനും ഇപ്പോൾ വന്നിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും, എന്നാൽ ഈ തോടുകളെല്ലാം തെളിച്ച് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ തോട് തെളിക്കുകയും അതുപോലെ തന്നെ റോഡുകൾ ഉണ്ടാവുകയും കൂടി ചെയ്താൽ മാത്രമേ കർഷകർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. കാർഷിക മേഖലയ്ക്ക് പരമാവധി സഹായം സർക്കാർ നൽകിയില്ലെങ്കിൽ നാട്ടിലെ ഒരാളുകൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മുണ്ടാർ നിവാസികളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒരിക്കലും ഒഴിയുന്നില്ല. അവരുടെ സമീപവാസി കൂടിയായ മന്ത്രി ബോൺസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇതിന് സർക്കാർ തലത്തിൽ ഒരു മികച്ച പരിഹാരം കാണുമെന്ന് തന്നെയാണ് മുഴുവൻ മുണ്ടാർ നിവാസികളുടെയും പ്രതീക്ഷ.